അടിയൊഴുക്ക് കുറച്ച് ശക്തമാണെന്ന് തുടക്കത്തിൽ പറഞ്ഞു. ഏതൊക്കെ രീതിയിലുള്ള അടിയൊഴുക്കിന്റെ അക്രമമായിരിക്കും ഉണ്ടാവുക? അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ CPM-ന്റെ നേതാക്കൾ തന്നെ പരസ്യമായി പറഞ്ഞു CPM-ന് കിട്ടേണ്ട വോട്ട് അത് BJP ജയിക്കുമെന്ന് ആശങ്കപ്പെട്ട് അത് UDF-ലേക്ക് പോയി എന്നത്. ആ വോട്ടാണ് BJP-യോട് തോൽപ്പിച്ചതെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തവണ അത് ഉണ്ടാവില്ല എന്ന് ആളുകൾ മാറി ചെയ്യാൻ സാധ്യതയില്ലെന്ന് ഉറപ്പ് പറയുന്നത് CPM ആണ്. അങ്ങനെ മാറി ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്ന് മൗനസമ്മതം കൊടുത്ത CPM ഇത്തവണ മൗനസമ്മതം കൊടുക്കുന്നില്ലെന്ന് തന്നെയല്ല, ഒരു വോട്ടും പോകരുത് എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് 3 മുന്നണിക്കും വിജയ സാധ്യത പ്രതീക്ഷിക്കുന്നു. ജയിക്കൂ അന്തിമ ഘട്ടത്തിലെങ്കിൽ പോലും ഇഞ്ചോടിഞ്ചും കട്ടയ്ക്കും. നമുക്കൊരു കാര്യം ചെയ്യാം. മേലാമുറിയില് നമ്മുടെ വിപിൻ സി വിജയനുണ്ട്. നമ്മുടെ NDA ക്യാമ്പിൽ തന്നെയാണ് അത് ഉള്ളത്, അതിന്റെ മുന്നിലാണുള്ളത്. വിപിൻ സി വിജയൻ, പറയൂ, യഥാർത്ഥത്തിൽ കൊട്ടിക്കലാശത്തിന്റെ മണിക്കൂറുകളിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ വലിയ ആവേശവും വലിയ ചൂടും ചൂരുമാണ് പാലക്കാട് മണ്ഡലത്തിൽ എന്ന് നാം തിരിച്ചറിയുന്നു. അതേ ഇതാ ഈ കുട്ടിക്കലാശത്തിന്റെ ഈ അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ വലിയ ആവേശത്തിൽ അത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് NDA ക്യാമ്പ് ഉള്ളത്. ഇതിപ്പോൾ മേലാമുറിയിൽ നിന്നാണ് ഈ കുട്ടിക്കലാശത്തിന്റെ ഒരു ആരംഭമുള്ളത്. അതിനുള്ള വാഹനങ്ങളെല്ലാം എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ കലാരൂപങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റോഡ് ഷോ തന്നെയാണ് ഇപ്പോൾ NDA ലക്ഷ്യമിടുന്നത്. ചാക്യാർ കൂത്ത് ഉൾപ്പെടെയുള്ള ഓരോ കലാരൂപങ്ങളുമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ ഒരു പ്രചാരണ പരിപാടികൾ ഉണ്ടായിരുന്നത്. ഇന്നും അതിന് ഒട്ടും തന്നെ കുറവില്ല. ചെണ്ടമേളങ്ങളും ബോക്സുകളും ഒക്കെ ഉൾപ്പെടെ വലിയ ആവേശം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ ഈ വടക്കുംതറ, അതുപോലെ തന്നെ വലിയ പാടം, കൽപ്പാത്തി ആ റൂട്ടിലൂടെയാണ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് ഇവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു കൊട്ടിക്കലാശത്തിന്റെ ഒരു റൂട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സ്ഥാനാർത്ഥി ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഈ ഒരു NDA ക്യാമ്പിന് ഇത്രത്തോളം ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നത് നഗരസഭയിൽ അവർക്കുള്ള ഒരു ആധിപത്യം തന്നെയാണ്. കാരണം നഗരസഭയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം 6000-ലധികം ഒരു ഭൂരിപക്ഷം നേടാൻ അവർക്ക് സാധിച്ചിരുന്നു. ഇത് തന്നെയാണ് ഇപ്രാവശ്യം അതിനേക്കാൾ മുകളിലേക്ക് എത്തും എന്നുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ന് കൗൺസിലർമാരെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനം സി കൃഷ്ണകുമാർ നടത്തുകയും ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയുണ്ടായിരുന്നു. കൗൺസിലർമാർ കോൺഗ്രസിലേക്ക് പോകുന്നു, അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. സന്ദീപ് വാര്യർക്ക് പുറമെ മറ്റുള്ള ചില BJP കൗൺസിലർമാർ കൂടി ഒരു ചാഞ്ചാട്ടമുണ്ട് എന്നുള്ളത്. ഇതൊന്നും ഇല്ല എന്ന് അടിവരയിടുന്ന രീതിക്കായിരുന്നു ഇന്നത്തെ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയതും അങ്ങനെ ഒരു ശക്തി പ്രകടനം നടത്തുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന ചെറിയ പടലപ്പിണക്കങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് NDA ക്യാമ്പിനെ ഏറ്റവും ശക്തിയാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പാലക്കാടിന്റെ MLA സ്ഥാനം ഇപ്രാവശ്യം നേടിയെടുക്കുമെന്നുള്ള അടിയുറച്ച ആത്മവിശ്വാസത്തിലാണ് അവരിറങ്ങിയിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താഴെ തട്ട് മുതലുള്ള അവരുടെ ഒരു മിഷനറി ഇപ്രാവശ്യം പ്രവർത്തിച്ചു എന്നുള്ള ഒരു വിശ്വാസമാണ്. കാരണം K. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് ഉണ്ടായിരുന്നത്. ഓരോ ബൂത്ത് ബേസിലും ഉണ്ടായിരുന്ന വോട്ടുകൾ അത് കൃത്യമായി അടയാളപ്പെടുത്തുക, അത് കൃത്യമായി പോൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക, ആ ഒരു രീതിക്ക് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിപ്പോൾ ഇതാ ഈ കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിൽ കൂടി കാണാൻ സാധിക്കും. ഇപ്പോൾ സന്ദീപ് വാര്യർ പോയത് ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളതാണ് ഓരോ പ്രവർത്തകനോടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു, ഓരോ നേതാക്കളോട് സംസാരിച്ചിരുന്നു, അവരൊക്കെ തന്നെ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു വേറിട്ട് നിന്നിരുന്ന വോട്ടുകളെല്ലാം ഒന്നിപ്പിക്കാൻ, അതായത് BJP ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ആണ് സന്ദീപ് വാര്യരുടെ പോക്ക് സഹായിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ഒത്തൊരുമ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ചില കേന്ദ്രങ്ങളൊക്കെ പറയുന്നത്. അത് എത്രത്തോളം ഇനി പ്രതിഫലിക്കും വോട്ടിൽ എന്നുള്ളത് കൂടിയാണ് കണ്ടറിയേണ്ടത്. ഇന്നത്തെ ഈ കൊട്ടിക്കലാശത്തോടു കൂടി കഴിഞ്ഞ പ്രാവശ്യം 3800 വോട്ടുകൾക്കാണ് BJPക്ക് A ക്ലാസ് മണ്ഡലമായിട്ടുള്ള പാലക്കാട് നഷ്ടപ്പെട്ടതെങ്കിൽ അത് തിരിച്ചു പിടിക്കും എന്നുള്ള വിശ്വാസം, ആത്മവിശ്വാസം സി കൃഷ്ണകുമാറിലൂടെ അത് തിരിച്ചു പിടിക്കുമെന്നുള്ള വലിയ ഒരു പ്രത്യാശ തന്നെയാണ് BJP കേന്ദ്രങ്ങൾ, NDA കേന്ദ്രങ്ങൾ ഇപ്പോൾ പറയുന്നത്. കാരണം ശോഭാ സുരേന്ദ്രനൊക്കെ ആദ്യഘട്ടത്തിൽ വേറിട്ട് നിൽക്കുന്നു, വിട്ടുനിൽക്കുന്നു എന്നുള്ള പല പരാതികളും ആരോപണങ്ങളും ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2 ആഴ്ച കൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ ഇറക്കാനും ഒപ്പം തന്നെ പ്രചാരണത്തിൽ സജീവമാക്കാനും BJP കേന്ദ്രത്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം അത് വോട്ടാകുന്നു എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മാത്തൂരും അതുപോലെ തന്നെ കണ്ണാടി പോലുള്ള കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങളിൽ ഒക്കെ കുറച്ചുകൂടി CPM-നാണ് അനുഭവം ഉണ്ടായിരുന്നത്. അത് മാറും എന്നുള്ളത് കൂടി കരുതുന്നു. ഇപ്പോൾ താങ്ക് യു വിജയൻ. ചില കൊട്ടൊക്കെ തുടങ്ങി വിജയ അവിടെ. സാധാരണഗതിയിൽ ഈ സ്ഥാനാർത്ഥികൾക്കാണ് ഈ സമയം അടുക്കുന്തോറും കൂടുതൽ BP കയറുന്നത്. ഇതിപ്പം കാണുന്നവർക്കും അവിടെ ഉള്ള നാട്ടുകാർക്കും വോട്ടേഴ്സിനും എല്ലാം BP ഷൂട്ടപ്പ് ആകുന്ന അവസ്ഥയാണ്. അത്രയും വലിയൊരു മത്സരമാണ് പാലക്കാട് നടക്കുന്നത്. മാത്രമല്ല മറ്റ് രണ്ടിടത്ത് ഈ വോട്ടിംഗ് കഴിഞ്ഞതുകൊണ്ട് മുഴുവൻ മിഷണറിയും ദേശീയ നേതാക്കന്മാരുടെ സാന്നിധ്യവും ഒക്കെ ഇപ്പോൾ അവിടെയാണ്. ഈ കൊട്ടിക്കലാശത്തിൽ തന്നെ ഇവരുടെ എല്ലാം സാന്നിധ്യം ഉണ്ടാക്കും.